സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഭഗവാനെ തപസ് ചെയ്തു. തപസ്സിൻ്റെ ശക്തി കൊണ്ട് ദേവാർത്തിദത്തമുദയത് കരുണാർദ്ര ചേത, അതായത് തപോബല നിരിച്ഛസിതേ ദിഗന്ധെ, തപോബലം കൊണ്ട് ഉച്ഛ്വാസം വിഷമമായി തീർന്നു. അകത്തേക്ക് എടുക്കുന്നതിനാണ് ഉച്ഛ്വാസം എന്ന് പറയുക, പുറത്തേക്ക് കളയുന്നതിനാണ് ശ്വാസം എന്ന് പറയുക. അതാണ് ഉച്ഛ്വസിതേ. ഉച്ഛ്വസിതേ ശ്വാസം എടുക്കുക, നിരുച്ഛ്വസിതേ ശ്വാസം എടുക്കാതിരിക്കുക. നിരു എന്നത് വിപരീതമാണ്. നിരുച്ഛ്വസിതേ, എല്ലാവർക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി, ശ്വാസതടസ്സം നേരിട്ടു എന്നർത്ഥം. തപോബലം കൊണ്ട് താവത് തപോബല നിരുച്ഛ്വസിതേ ദിഗന്ധേ. അപ്പം എന്ത് വന്നു? ദേവന്മാർ ഭഗവാനോട് സങ്കടം പറഞ്ഞു. വെള്ളം, ഭക്ഷണം, ഇത് രണ്ടും കാൾ പ്രധാനമാണ് വായു, അല്ലേ? അപ്പം നമുക്കിപ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു നേരം കഴിച്ചു കൂട്ടാം, വെള്ളം ഇല്ലെങ്കിലും കുറേ നേരം പിടിച്ചു നിൽക്കാം. പക്ഷെ അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്തില്ലെങ്കിൽ, വായു ഇല്ലെങ്കിൽ. എത്ര നേരം വെള്ളം ഇല്ലാണ്ട് നിൽക്കുക, അതും പരിധി വരെ പറ്റുള്ളൂ. തൊണ്ട വരണ്ട അങ്ങോട്ട് ഡീഹൈഡ്രേഷൻ വന്നാൽ തല ചുറ്റി നമ്മൾ വീഴുന്ന പറയുക ഒരു ഘട്ടം കഴിഞ്ഞാൽ. നിശ്ചിത നേരത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടുക്കാതെ ഇരുന്നാൽ ശരീരച്ചാല ചുറ്റി നമ്മൾ ബോധക്ഷയം വരും. അപ്പോൾ അതും കൂടി അങ്ങനെയാണെങ്കിൽ അതിലും അപ്പുറത്താണ് എന്ത്? വായു. വായു ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ ജീവിക്കട്ടെ, അരമണിക്കൂർ ജീവിക്കാൻ പറ്റുമോ? അതാണ് പണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഏറ്റവും എളുപ്പമാണെന്ന്. ആയുധം വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. പിടിക്കാനറിയണ പോലെ കഴുത്തിൽ ആണ് പിടിച്ചാൽ ഏതാണ്ട് നിമിഷത്തിൻ്റെ ഉള്ളിൽ ആൾ ക്ലോസ് ആയിക്കോളും. കത്തി വേണ്ട, വാള് വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ജയിലിൽ പോകാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വളരെ വേഗം മനുഷ്യനെ മരണത്തിലേക്ക് എത്തിക്കുന്നതാണ് വായു ഇല്ലാത്തതെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. തപോബല നിരിച്ഛസിതേ ദിഗന്ധേ ദേവാർത്തിദത്തമുദയത് കരുണാർദ്ര ചേത. ദേവന്മാരെല്ലാവരും ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, എന്താ ഇപ്പോൾ ഈ പ്രപഞ്ചത്തിൽ വായു നിശ്ചലാവാൻ കാരണം? ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഞങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കറണ്ട് പോയി അല്ലെങ്കിൽ വെള്ളമില്ല എന്ന്, വെള്ളം ഇപ്പം സപ്ലൈ ഇല്ല, അതൊക്കെ കേട്ടിട്ടുണ്ട്. നാളെ ഒരു മണിക്കൂർ നേരം വായു ഇല്ല എന്നൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് വരെ കേട്ടിട്ടുമില്ല. അതുണ്ടായാൽ ലോകം ബാക്കി ഉണ്ടാവില്ല, അല്ലേ? വായു ഇല്ലാണ്ടായാലേ. അപ്പോൾ ഇതെന്താണ് ഇപ്പം ഇങ്ങനെ വരാൻ കാരണം? ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം എന്താണ് ഉണ്ടായത്? കരുണാർദ്ര ചേത. അയ്യോ, അപ്പോൾ ഭഗവാന് വളരെ വിഷമായി. എന്താ അപ്പോൾ ഇത് കാരണം? വേഗം മനസ്സിലായി, ധ്രുവകുമാരൻ്റെ തപസ്സുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നുകൊണ്ടും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല. വായു അങ്ങനെ ഹർത്താലും ബന്ധമൊന്നും പ്രഖ്യാപിക്കലില്ല. ത്വദ്രൂപ ചിദ്രസ നിലീന മതേ പുരത്താത്. അങ്ങയുടെ രൂപത്തെ തന്നെ ചിന്തിച്ച് അതിൽ ലയിച്ച് മറ്റൊന്നും ചിന്തയില്ലാതെ ത്വദ്രൂപ ചിദ്രസ നിലീനമതേ, ലയിച്ചിരിക്കുക. അതാണ് നിലീനം എന്ന് പറയുക. ലയിച്ചിരിക്കുന്ന ധ്രുവൻ്റെ മുമ്പിൽ ത്വദ്രൂപ ചിദ്രസ നിലീനമതേ, ലയിച്ച് ഭഗവാനുമായിട്ടാണ് ഒന്നായിരിക്കുന്നു. കൂട്ടി ഒട്ടിച്ച പോലെയല്ല, ചേർത്ത പോലെയല്ല, ഒന്നാവാനുള്ളത് ഒന്നുമല്ല, ഉരുകി ഒന്നാവുക എന്ന് വേണമെങ്കിൽ പറയാം. മോൾഡ് പോലെ ഒന്നായിരിക്കണം. വേർപെടുത്താൻ പറ്റാത്ത വിധം ഭഗവാനുമായിട്ട് തന്മയീഭാവം പ്രാപിച്ച ധ്രുവൻ്റെ മുന്നിൽ, പുരസ്താത് മുമ്പിൽ, തദ്രൂപ ചിദ്രസ നിലീനമതേ പുരസ്താത് ആവിർബഭൂവിത വിഭോ ഗരുഡാതിരൂഢ. ഗരുഡൻ്റെ പുറത്ത് കയറി
ഗാംഭീര്യമുള്ള തൻ്റെ വാഹനത്തിൻ്റെ പുറത്തങ്ങനെ കയറി സർവേശ്വര അങ്ങ് ദർശനം നൽകി. ആവിർബഭൂവിത വിഭോ ഗരുഡാതിരൂഢ വിഭോ ഗരുഡാതിരൂഢ ത്വം ആവിർബഭൂവിത. ഗരുഡൻ്റെ പുറത്ത് കയറി അങ്ങ് ആ കുട്ടിയുടെ മുന്നിൽ, ധ്രുവകുമാരൻ്റെ മുന്നിൽ പ്രത്യക്ഷം ആയി തീർന്നു. തപോബലം കൊണ്ട് ശ്വാസം മുട്ടിയിരിക്കെ നിരുച്ഛ്വസിതേ, ശ്വാസം മുട്ടിയിരുന്ന സമയത്തിങ്കൽ ദേവാർത്തിതത്വമുദയത് കരുണാദ്ര ചേത, ദേവന്മാരാൽ അർത്ഥിക്കപ്പെട്ട് അവരോടുള്ള കാരുണ്യത്താൽ അങ്ങയിൽ ലയിച്ച ധ്രുവൻ്റെ മുന്നിൽ ത്വദ്രൂപചിത്രത നിലീന മതേ, അങ്ങയിലോട് ലയിച്ച ചേർന്നതായ കുട്ടിയുടെ മുന്നിൽ ആവിർബഭൂവിത വിഭോ ഗരുഡാതിരൂഢത്വം ഗരുഡാതിരൂഢ ആവിർബഭൂവിത, ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ആവിർഭവിച്ചു. അപ്പോൾ ദേവന്മാർ പറയണതൊക്കെ ഉണ്ട്. ഭാഗവതത്തിൽ പറയും നൈവം വിധാമോ ഭഗവൻ പ്രാണരോധം, എന്തുകൊണ്ടാണ് ശ്വാസതടസ്സം ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, അതെന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരണമേ എന്നാണ് അവർ അപേക്ഷിച്ചത്. ഭഗവൻ പ്രാണരോധം ചരാചരസ്യ അഖില സത്വധാമ്ന, ഒരാൾക്കോ രണ്ടാൾക്കോ എല്ലാവർക്കും ശ്വാസം മുട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ശ്വാസകോശത്തിൻ്റെ കുഴപ്പം റെസ്പിറേറ്ററി പ്രോബ്ലം അല്ല എന്നർത്ഥം. ഒരാളെ കാണിച്ചാൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം, വായു ഗുളിക കഴിച്ചാലെങ്കിലും മാറുമോ? അതല്ല, ചരാചരസ്യ അഖില സത്വധാമ്ന, എല്ലാ തത്വങ്ങൾക്കുമാണ്. വിദേഹി തന്നോ വൃജിനാത് വിമോക്ഷം പ്രാപ്താമയൻ ത്വാം ശരണം ശരണ്യം. ഏത് പ്രശ്നത്തിനും സർവേശ്വര അവിടുന്നാണല്ലോ പരിഹാരം ഉണ്ടാവുക. സാധാരണ രീതിയിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുന്നവനല്ലേ അവിടുന്ന്. അപ്പം ഭഗവാൻ പറഞ്ഞു മാ ബൈഷ്ടബാലം തപസോ ദുരത്തയാൻ നവർത്തൈഷ്യേ പ്രതിയാതസ്വധാമ. ധ്രുവൻ്റെ തപസ്സുകൊണ്ടാണ് ഇപ്രകാരം ശ്വാസം അല്ലെങ്കിൽ വായു നിലച്ചത്. ബാലം, ആ കുട്ടിയെ തപസ്സിൽ നിന്ന് ഞാൻ നിവർത്തിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായാലും നിവർത്തിപ്പിക്കാൻ കഴിയുക? ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ എന്തിനാ തപസ് ആവശ്യമില്ലല്ലോ. ലക്ഷ്യം വരെ തപസ് വേണ്ടു. അതുകൊണ്ട് എൻ്റെ ദർശനം കിട്ടിയാൽ അവനെന്താവും? ഈ തപസ് അവസാനിപ്പിക്കും. അങ്ങനെ ദർശനം കൊടുത്തുകൊണ്ട് ആ തപസ്സിനെ അവസാനിപ്പിച്ച് നിവർത്തയിഷ്യേ, അതിൽ നിന്ന് നിവർത്തിച്ചിട്ട് പ്രതിയാതസ്വധാമ, ആ കുട്ടിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ ഞാൻ അയക്കുകയും ചെയ്യും. എനിക്ക് എൻ്റെ സ്വസ്ഥാനത്തേക്ക് വരികയും ചെയ്യാം. യഥോ ഹിവ പ്രാണനിരോധാസീ ഔത്താനപാതിർ മൈ സംഗതാത്മാ. ഔത്താനപാതി ധ്രുവൻ, ഉത്താനപാദൻ്റെ പുത്രൻ എന്നിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയുള്ള തപസ്സുകൊണ്ടാണ് ഈ പ്രാണനിരോധം ആസീത് ഉണ്ടായിരിക്കുന്നത്. അതിനെന്താണ് പോകുമ്പഴി? കുട്ടിക്ക് ദർശനം കൊടുത്ത് തപസ്സിൻ്റെ ബലമാണ് കൊടുക്കുക. പിന്നെ തപസ് അവൻ ചെയ്യില്ലല്ലോ. സ്വധാമത്തിലേക്ക് പറഞ്ഞയച്ചാൽ നിങ്ങളുടെ പ്രശ്നവും തീരും, ആ കുട്ടിയുടെ ആവശ്യവും നിറവേറും എന്നാണ്. ഇങ്ങനെയുണ്ട് പറഞ്ഞു. ആ കുട്ടിയുടെ മുമ്പിലേക്ക് ദർശനമായിട്ട് ഭഗവാൻ വന്നു. അപ്പോൾ കുട്ടിയുടെ ഭാവം പറയണത് ദർശന പ്രമദ ഭാരതരംഗിതം തം നൃപ്യാം നിമഗ്ന വിവരൂപരസായനേ തേ തുട്ടൂഷമാണം അവഗമ്യകപോലദേശേ സംഭൃഷ്ടവനസി ദരേണ തദാദരേണ. ചെറിയൊരു കഥ ഒരു കുട്ടിയുടെ ആണെങ്കിൽ എന്ത് രസമാണത് പറയുമ്പോഴും കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും എന്നറിയോ. ചില കഥകളൊക്കെ അങ്ങനെയാണ്. കഥാസാരം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ദിവസം ചെയ്ത് പോകാൻ പ്രത്യേകം ഇത്രയേ ഉള്ളൂ. അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആ പുതുമ, നമുക്ക് തരാൻ കഴിയുന്ന ഒരു എനർജി, ഒരു സന്തോഷം. കുചേലൻ്റെ കഥ ഇപ്പം എന്താ ഉള്ളത്? തൻ്റെ സുഹൃത്തിന് കൃഷ്ണൻ കുറച്ച് കാശ് കൊടുത്തു. 2-3 വാക്കിൽ പറയുകയാണെങ്കിൽ ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണോ സിനിമ? കുചേലവൃത്തം കാണുമ്പോൾ, കുചേലവൃത്തം കേൾക്കുമ്പോൾ, കുചേലവൃത്തം എപ്പോഴാണ് എല്ലാവരും കുചേലവൃത്തത്തിനെ പറ്റി ശ്രദ്ധിക്കണോ, അത് കേൾക്കണം എന്ന് വിചാരിക്കണം. അപ്പം അതുപോലൊരു കഥയാണ്. അപ്പോൾ ഇതും ഒരു കുട്ടിയെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കഥാഭാഗം അത്ര കാര്യമൊന്നുമില്ല. തദ്ദർശന പ്രമദ ഭാരതരംഗിതം തം. നാരായണീയായാലും ഭാഗവതമായാലും അത് കൂടെ നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ പോകുമ്പോൾ ശരീരത്തെ മറക്കണു, പ്രപഞ്ചത്തെ മറക്കണു, അല്ലേ, നമ്മുടെ ദുഃഖങ്ങളെ മറക്കണു. അത് ഈശ്വര കഥകളുടെ ഒരു പ്രത്യേകതയാണ്. കഥയൊന്നും രാമായണം എന്താ കഥയിൽ? തൻ്റെ പത്നിയെ അപഹരിച്ചു, അയാളെ കൊന്നു, ഭഗവാൻ വീണ്ടെടുത്തു, അല്ലേ ഉള്ളൂ. അതെത്ര ഭംഗിയായിട്ടും
എത്ര വിസ്തരിച്ചിട്ടും പറഞ്ഞിട്ട് നമുക്ക് എത്ര ആളുകൾ ആനന്ദം കണ്ടെത്തണം. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം, അങ്ങയെ കണ്ടതായിട്ടുള്ള പ്രമദഭാരം ആനന്ദം കൊണ്ടങ്ങനെ തരംഗിതം മുങ്ങിപ്പൊങ്ങുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാത്ത അവസ്ഥ. ആനന്ദം കൊണ്ടല്ലേ പരസ്യത്തിൽ പറയും സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേന്ന്. ശരിക്കും പറയാച്ചാൽ ആ ഒരവസ്ഥയാണ് തരംഗിതം തം. സന്തോഷം കൊണ്ട് ഒരുവന് നിൽക്കാനോ ഇരിക്കാനോ ചാടിക്കളിക്കാനോ എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാത്തൊരവസ്ഥ. ദൃഭ്യാം നിമഗ്നമിവ രൂപരസായനേതേ, കണ്ണുകൊണ്ട് കണ്ണുകൾക്ക് രസായനമായി തീരുന്ന അങ്ങയുടെ രൂപം. നിമഗ്നമിവ രൂപരസായനേതേ, കണ്ണുകൊണ്ട് കോരിക്കുടിക്കുക എന്ന് പറയാം. കണ്ണുകൊണ്ടങ്ങനെ കോരി ആസ്വദിക്കുക. കുടിക്കുകയാണോ ആസ്വദിക്കുകയാണോ എന്തായാലും കണ്ണുകൊണ്ടത് ആസ്വദിച്ചിട്ട് മതിയാവാത്ത വിധം വല്ലാത്തൊരവസ്ഥാന്തരത്തെ പ്രാപിച്ചു എന്നാണ്. അത് വാക്കൊണ്ടൊന്നും പറയുകയോ ഈശ്വര ദർശനത്തിൻ്റെ അവസ്ഥ വാക്കൊണ്ടുണ്ടോ പറഞ്ഞാൽ തീരണു. എന്തൊക്കെയോ അവസ്ഥയിൽ ആ കുട്ടി ഇതുവരേക്ക് അനുഭവിക്കാത്ത ആനന്ദം. അതാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ഏത് ആനന്ദത്തിലും അപ്പുറത്താണ് ഈശ്വരീയമായിട്ടുള്ള ആനന്ദം. 2 ശ്ലോകം ഭാഗവതം കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നമുക്ക് ഉണ്ടാവണ നിർവൃത്തി വേറെ എന്തുകൊണ്ടാണ് ഉണ്ടാവുക? പാട്ട് കേട്ടാൽ ഉണ്ടാവുക, ചാടി കളിച്ച് ഡാൻസ് കണ്ടാണ്ട് ഒന്നും ഉണ്ടാവില്ല. അത് അതിൻ്റെ കേമത്താണ്. അപ്പോൾ ഭഗവാന്റെ ആ സ്തുതികൾ നാമങ്ങൾ അത് കേൾക്കുമ്പോൾ ഇത്ര ആനന്ദം നമുക്കുണ്ടെച്ചാൽ സ്വത്തः ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെച്ചാൽ ഭഗവാനെ കണ്ടാൽ അതിൻ്റെ അവസ്ഥ ഇങ്ങനെ വാക്കുകൊണ്ട് പറയാം. ഇതൊന്നും വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, ആസ്വദിക്കാനേ പറ്റൂ. അവിടെ ഭാഗവത്തിൽ തയേവ ഉത്സന്ന ഭയാ ഒരു ക്രമേ കൃതാവനാമ പ്രയുർത്രിവിഷ്ടഭം സഹസ്രശിശ്ചാവിതോ ഗരുന്മത മതോർവനം വൃത്യതിദിക്ഷയാഗത. വൃത്യനാകുന്ന ധ്രുവനെ കാണിക്കാൻ വേണ്ടിയിട്ട്, വൃത്യനെ കാണാനായിക്കൊണ്ട് മധുവനത്തിലേക്ക് പോയി. സവൈധിയ യോഗവിഭാഗ തീവ്രയ ഹൃത്പത്മകോശേ തുരിതം തടിപ്രഭം തിരോഹിതം സകസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ചിലതൊക്കെ ഭാഗവതത്തിൻ്റെ ആ വരികൾ ഇല്ലാതെ വയ്യ എന്ന് തോന്നും. അങ്ങനത്തെ ചില വരികൾ അതൊക്കെ എല്ലാതും ഇപ്പോൾ നമുക്കങ്ങനെ തോന്നിക്കൊള്ളൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ ആ ശ്ലോകത്തിൻ്റെയൊക്കെ ഒരു രസം എന്താ, അതിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അലിഞ്ഞില്ലാണ്ടാവണ ശ്ലോകങ്ങൾ. ഹൃത്പത്മകോശേ തുരിതം തടിപ്രഭം, അവിടെ അതില്ലാണ്ട് നമുക്കത് കൊണ്ടുപോകാൻ വയ്യ കഥ. ഹൃദയമാകുന്ന താമരയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ. അപ്പോൾ എവിടെ ഭഗവാൻ പ്രകാശിക്കുന്ന വെച്ചാൽ ധ്രുവകുമാരൻ്റെ ഹൃദയമാകുന്ന താമരയിലാണ്. അപ്പോൾ പുറത്ത് ഭഗവാൻ വന്ന് നിൽക്കുമ്പോൾ ധ്രുവന് നോക്കണമെന്നില്ല. കാരണം ഉള്ളിലുള്ളവർക്ക് എപ്പോഴും എന്താ പറയുക, പുറത്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ എത്ര ദിക്കിൽ പോകണു ആൾക്കാർ. തീർത്ഥയാത്ര എന്നൊരു പ്രാധാന്യം അതിനില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇതൊക്കെ ഒരു പരിധി വരെയുള്ളൂ. ഭാഗവതത്തിലത്തെ രസമൊക്കെ ആസ്വദിക്കുമ്പോൾ നമുക്ക് തോന്നുക അതിലപ്പുറമൊന്നുമില്ല. വലിയൊരു ആത്മീയാചാര്യൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ, ഞാൻ അവിടെ വെതിരി പോയി, കാശി പോയി, ശ്രീരംഗ കുറേ ദിക്കിലൊക്കെ പോയി സ്വാമി. കുറച്ച് കേട്ടു സാധനം. സ്വാമി ചോദിച്ചു, എന്തേ കിട്ടിയേ? അപ്പോൾ ഈ പോയ ആൾ കിടന്ന് പരുങ്ങുക. എന്തേ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയാൻ അയാൾക്കിട ഇഷ്ടമില്ല. സ്വാമി പറഞ്ഞു, എവിടെ പോയാലും കിട്ടാനൊന്നേ ഉള്ളൂ, ഓർമ്മിച്ചാൽ മതി. എവിടെ പോയാലും ഒന്നേ കിട്ടാനുള്ളൂ. ഗുരുവായൂരായാലും തിരുപ്പതി ആയാലും ബദരിയിലായാലും വേറെ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല, ഒന്നേ കിട്ടാനുള്ളൂ. എന്ത് ബ്രഹ്മാനന്ദം? അത് ഏതിന്ന് കിട്ടും? ഭാഗവതത്തിൽ നിന്ന് കിട്ടും. അല്ലച്ച ഗീത ഫോളോ ചെയ്യണവർക്ക് ഇതിൽ നിന്ന് കിട്ടും. രാമായണം ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് കിട്ടും. ഏതെങ്കിലും ഒന്ന് ശരിക്കാണ് പിടിക്കുക. എല്ലാതും ഇങ്ങനെ വാരി പിടിച്ചോളണം നിർബന്ധമൊന്നുമില്ല. ഒന്നിൽ നിന്ന് നമുക്ക് അനുഭവം ഉണ്ടായാൽ അത് മതി. അതന്നെ എല്ലാതിനും കിട്ടാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടെ എന്തേ പറയാൻ കാരണം, ആ ഒരു ആനന്ദം അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെയും നമ്മൾ കാര്യമായിട്ട് വിചാരിക്കുന്നില്ല. അതാണ് ഹൃത്പത്മകോശേ സ്ഫുരിതം തടിപ്രമെന്ന് ഭാഗവതമാണത്, നാരായണീയല്ല കേട്ടോ.
ആ ഹൃദയമാകുന്ന താമരയിൽ പ്രകാശിച്ചിരിക്കുന്ന ഭഗവാൻ ഉള്ളിടത്തോളം ധ്രുവൻ കണ്ണ് തുറക്കില്ല. കണ്ണ് തുറക്കണമല്ലോ, താമ്പട വന്നിട്ട് തന്നെ കാണിച്ച കണ്ണ് തുറക്കണം. അതിനെന്ത് ചെയ്തു? ബഹിസ്ഥിതം തതവസ്ഥം ദദർശ. ആ ഉള്ളിലുള്ള രൂപത്തെ അങ്ങോട്ട് മറച്ചു. ഹൃത്പത്മകോശേ പുരിതം തടിപ്രഭം തിരോഹിതം. ഇപ്പം ഇവനെ കണ്ണ് തുറപ്പിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, ഉള്ളിൽ പ്രകാശിക്കുന്നത് തൽക്കാലം ഒന്നവിടെ മറയ്ക്കുക. ഭഗവാനുണ്ടോ ഇപ്പം മറയ്ക്കാൻ പ്രയാസം, പ്രകാശിപ്പിക്കാൻ പ്രയാസം, വേറൊന്ന് ചെയ്യാൻ പ്രയാസം. ഭഗവാനെ സംബന്ധിച്ച് അതൊന്നും വിഷമമില്ല. ഒറ്റ സെക്കൻഡ് ആ സ്വരൂപം ഉള്ളെന്ന് പറഞ്ഞപ്പോഴോ അതുവരെ അനുഭവിച്ചിരുന്ന ആ പ്രവാഹം അങ്ങോട്ട് ഭംഗം വന്നു. ഈ കറണ്ടൊക്കെ അങ്ങനെയാണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ പ്രവാഹമാണ്. അതങ്ങോട്ട് പോയാൽ എന്താണ്ടാവുക? വല്ലാത്തൊരവസ്ഥയിൽ എ സിയിലിരിക്കണവർക്കായാലും അതുപോലെ ആ പ്രവാഹം നിലച്ചപ്പോൾ ധ്രുവൻ പരിഭ്രമായി. നല്ല ഫാനൊക്കെ ഇട്ട് കുട്ടികൾ ഉറങ്ങുമ്പോൾ ഫാനാണ്ട് ഓഫായാൽ കുട്ടികളുടെ ഉണരും. അതുവരെ ഉണ്ടാകുന്ന ആ പ്രവാഹത്തിൽ ഒരു തടസ്സം വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ചു. എന്ത് ഇപ്പം ഇത്ര പെട്ടെന്ന് ഈ രൂപം മറയാൻ? കണ്ണ് തുറന്നപ്പോൾ എന്താ, തൻ്റെ തപസ്സിൻ്റെ സാഫല്യമാണ് മുമ്പിൽ നിൽക്കണത്. ആയിക്കോട്ടെ, അങ്ങനെ വെച്ചാൽ മറിഞ്ഞാലും കുഴപ്പമില്ല, മുമ്പിലുണ്ടല്ലോ. ആ ആനന്ദത്തോടു കൂടിയിട്ട് ബഹിസ്ഥിതം തദവസ്ഥം ദദർശ. ഉള്ളിൽ കണ്ട അതേ രൂപം, ശംഖചക്ര ഗദാപത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി തന്നെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ മുമ്പിലങ്ങോട്ട് കാണുകയാണ്. ഇവിടെ പറഞ്ഞു ദൃഭ്യാം പ്രപശ്യൻ പ്രബിബന്നിവർമ്മകച്ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിഷൻ തദ്ദർശനേനാഗതസാക്ഷിത വവന്ദതാംഗം വിനമയ്യദണ്ഡവൽ. ദണ്ഡ നമസ്കാരം ഭഗവാനോട് കണ്ടിട്ട് അങ്ങോട്ട് നമസ്കാരം ചെയ്തു. എല്ലാ ശരീരഭാഗങ്ങളെ കൊണ്ടും വന്ദിക്കുക. ദൃഭ്യാം പ്രപശ്യൻ, കണ്ണുകൊണ്ട് കോരി കുടിക്കുന്നത് പോലെ അതന്നെ എവിടെയും. ദൃഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ ദൃഭ്യാം പ്രപശ്യൻ, കണ്ണുകൊണ്ടങ്ങനെ കോരിക്കുടിക്കുന്നത് പോലെ. പ്രിപ്രബിബൻ ചുംബൻ നിവാസേന, മുഖം കൊണ്ട് ചുംബിക്കുന്ന പോലെ ഉമ്മ വയ്ക്കണോ എന്ന് തോന്നുക. എന്തൊക്കെ കൈകൊണ്ട് ആശ്ലേഷിക്കണം എന്ന് തോന്നുക. വിവിധ അവസ്ഥാന്തരത്തിൽ ചില പരിഭ്രമവും അവസ്ഥാന്തരങ്ങളും അവിടെ ഉണ്ടായി എന്ന് പറയണം. കൃതാഞ്ജലിം ബ്രഹ്മമയേണ കമ്പുന പത്പർശബാലം കൃപയാകപോലെ തുട്ടൂഷമാണം അപഗമ്യ. ഈ കുട്ടിക്ക് തന്നെ സ്തുതിക്കണം എന്ന ആഗ്രഹമുണ്ടെന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ടോ എന്ത് ചെയ്തു? തുട്ടൂഷമാണം, തന്നെ സ്തുതിക്കണം എന്ന് അവഗമ്യ അറിഞ്ഞിട്ട് കപോലദേശേ സംതൃഷ്ടവാനതിധരേണ തദാധരേണ. കപോലം കവിൾത്തടം. ധ്രുവൻ്റെ കവിൾത്തടത്തിൽ ധരേണ സംപൃഷ്ടവാൻ. ധരം ശംഖ്, ധരവരം എന്ന് പറയുമ്പോൾ ശംഖ്. ആദരേണ, കുട്ടിക്ക് വേദനിക്കാത്ത വിധം. അമർത്തി ഇങ്ങോട്ട് വരച്ചാൽ വേദനിക്കുമല്ലോ. വേദനിക്കാത്ത വിധം തദാരേണ മൃദുവായി എന്ന് വേണമെങ്കിൽ ഇവിടെ അർത്ഥം പറയാം. ആദരേണ എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോട് കൂടി എന്നാണ്. ഇവിടെ അത് മൃദുവായി എന്നെടുക്കാം. കുട്ടിയല്ലേ. കപോല ദേശേ, കപോല ദേശേ, തൻ്റെ ധ്രുവൻ്റെ കവിൾത്തടത്തിൽ ആദരേണ മൃദുവായി, ധരേണ ശംഖുകൊണ്ട്, സംപൃഷ്ടവാൻ സാവധാനം ഒന്നങ്ങോട്ട് വരച്ചു. ഓങ്കാരത്തിൻ്റെ നാദത്തിൻ്റെ ഉറവിടമായ ശംഖ്. ഓങ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാതും അതിലടങ്ങിയിട്ടുണ്ടെന്നാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ഓം എന്നുള്ളതിൽ എല്ലാ ബ്രഹ്മതത്വം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുക. അത് ശംഖെന്ന് വരുത്തറേ. നമ്മൾ ഈ ശംഖ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുക വെച്ചാൽ പ്രത്യേക വിധത്തിൽ ഈ കാറ്റിനെ അഭിമുഖമായിട്ട് പിടിച്ച് നടന്നാൽ ഓങ്കാരം ശംഖെന്ന് വരും. ശംഖ് വിളിക്കുമ്പോഴും അതെ ആണ്. ഈ ലാസ്റ്റിൽ കുറച്ച് പ്രത്യേക രീതിയിൽ കൊണ്ടുപോയിട്ട് നിർത്തുക. ഊന്ന് പറഞ്ഞിട്ട് ഓം എന്നിട്ടാണ് ശംഖ് വിളിക്കുക. എല്ലാം തുടങ്ങിയിട്ട് ഒന്നും കൂടെ വേറെ വിധത്തിലാക്കിയിട്ട് അവസാനിപ്പിക്കുക. വെക്കൽ അങ്ങനെയാണ് അല്ലേ. ഊന്നിട്ട് ഓ, ശരിക്കും പറയാച്ചാൽ ഓങ്കാരമാണ് ശംഖ്. അപ്പം എല്ലാ നാദത്തിൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ആ ശംഖ് ഭഗവാന്റെ പാഞ്ചജന്യമാണ്. അതുകൊണ്ട് തൊട്ടപ്പോൾ അർത്ഥഗർഭങ്ങളായിട്ടുള്ള സ്തുതികൾ
തന്നെ ഗുരുവൻ്റെ നാവുമെന്ന് ഇങ്ങോട്ട് വരികയാണ്. തദ്ദർശന പ്രമദഭാരതരംഗിതന്തം, അങ്ങയെ കണ്ടതായിട്ടുള്ള സന്തോഷാധിക്യം കൊണ്ട് തിരമാല പോലെ അലയടിച്ചു സന്തോഷം. അതാണ് തരംഗിതം തം. ൃഭ്യം നിമഗ്നമിവ രൂപരസായനേത്തെ, കണ്ണുകൊണ്ട് കോരിക്കുടിക്കുന്ന പോലെ ആസ്വദിച്ച് എത്ര ആസ്വദിച്ചാലും മതിയാവാത്ത വിധം. തൊട്ടൂഷമാണം അപഗമ്യ, ഇവിടെ എല്ലാ അവയവങ്ങളെ കൊണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഭാഗവത്തിൽ. കണ്ണുകൊണ്ട് കുടിക്കുക, കൈകൊണ്ട് ആശ്ലേഷിക്കുക, ചുംബിക്കുക, എന്ത് ചെയ്യണം അറിയാതെ. ഇവിടെ കണ്ണുകൊണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. കണ്ണുകൊണ്ട് ദ്രവ്യാം നിമഗ്നമിവ രൂപരസായനത്തെ, കണ്ണിന് രസായനം പോലെ സുഖം തരുന്ന അങ്ങയുടെ രൂപത്തിൽ, ആ രൂപത്തെ കണ്ട് തുട്ടൂഷമാണമവഗമ്യ, കുട്ടിക്ക് സ്തുതിക്കണം എന്ന ആഗ്രഹം മനസ്സിലാക്കിയിട്ട് കപോലദേശേ ദരേണ സംവൃഷ്ടവാൻ, കവിളിൻ്റെ മുകളിൽ മൃദുവായി ശംഖുകൊണ്ട് തലോടി. അങ്ങനെ അർത്ഥഗർഭങ്ങളായിട്ടുള്ള കുറേ സ്തുതികൾ ഭാഗവത്തിൽ കുറേ ശ്ലോകങ്ങളായിട്ട് പറയണു. ഇവിടെ അത് പ്രണുവന്തമേനെന്നൊരൊറ്റ വാക്കിൽ ചുരുക്കി. സ്തുതികളൊക്കെ 90-ാമത്തെ ദശകത്തിന് ശേഷം അവിടെ കൊണ്ടിട്ടുണ്ട് സർവ്വസ്തുതികളും. നാരായണീയത്തിൽ സ്തുതിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ആലോചിക്കപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാവാം 99-ാമത്തെ ദശകം 98-ലുണ്ടോ സംശയം, ഒക്കെ സ്തുതികളാണ്. കൃഷ്ണ തസ്മൈ നമസ്തേ കൃഷ്ണ കുർവ പ്രമാണം, ഇപ്പം എല്ലാ സ്തുതി അവിടെ കൊണ്ടുവന്നു. ഇവിടെ കഥയിൽ ഓരോ ഭാഗത്ത് സ്തുതി അങ്ങനെ പറയണു. സ്തുതി ഇവിടെ വിശദീകരിച്ചിട്ട് നമുക്ക് നാരായണീയത്തിൽ പോകേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ സ്തുതി നമ്മുടെ വിഷയമല്ല. എങ്കിലും ചില ഭാഗങ്ങൾ നോക്കാം, അത് അടുത്ത ഭാഗത്തിലാവാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.